Someone's sitting in the shade today because someone planted a tree a long time ago. ഇന്ന് ആരോ തണലിലിരിക്കുന്നത് പണ്ടേ ആരോ ഒരു മരം നട്ടതുകൊണ്ടാണ്. അമേരിക്കൻ ബിസിനസ്സുകാരനായ വാരൻ എഡ്വേർഡ് ബഫറ്റിന്റെ വാക്കുകളാണിവ. ധാരാളം പണമുണ്ടായിരിക്കുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. നാം നമുക്കുവേണ്ടിയും നമ്മളെ ആശ്രയിച്ചു ജീവിക്കുന്നവർക്കു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും പണം സമ്പാദിക്കണം. എന്നാൽ ചിലർക്ക് മാത്രമേ അതിന് കഴിയുന്നുള്ളൂ. കാരണമെന്താവാം? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. വർഷങ്ങളോളം ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ പലയിടത്തും അലയുകയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തും ഇൻവെസ്റ്റ് ചെയ്തും പണം സമ്പാദിക്കാം. അതിനുമപ്പുറം പുതിയ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിക്കുക വഴി നിങ്ങൾക്ക് ഓൺലൈൻ വഴി പണം സമ്പാദിക്കാൻ ഇന്ന് കഴിയും. പണം സമ്പാദിക്കുന്നതും അതിലൂടെ മികച്ച ജീവിതം മുന്നോട്ട് നയിക്കുക എന്നതും എല്ലാവരുടെയും ആഗ്രഹമാണ്. സമ്പാദിക്കുന്നതിനുള്ള വഴികൾ നമ്മുടെ മുൻപിൽ ഒരുപാടുണ്ടാകും. എന്നാൽ അതിൽ നിന്ന് തന്നെ മികച്ച ഒരു തെരഞ്ഞെടുപ്പ് അത്യാവശ്യമാണ്. സാമ്പത്തിക വിജയത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര നിങ്ങൾ ആരംഭിക്കുമ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിരവധിയായ മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും. പണം സമ്പാദിക്കാൻ എല്ലാവർക്കും സാധിക്കും. എന്നാൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. ഒരു കാര്യത്തെ മെച്ചപ്പെടുത്തുവാനും നശിപ്പിക്കുവാനും നമ്മളെക്കൊണ്ട് സാധിക്കും. ഇന്ന് ഭൂരിഭാഗം ആളുകളും പണം സമ്പാദിക്കുന്നതും ഓൺലൈനിൽ തന്നെ. ഓൺലൈനിൽ പണം സമ്പാദിക്കുന്നതും വേഗത്തിൽ സമ്പന്നരാകുന്നതും എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓൺലൈനിൽ നിങ്ങൾ സമ്പാദിക്കുമ്പോൾ ജാഗ്രതയുള്ളവരായിരിക്കുക. കാരണം എല്ലായിടത്തും നല്ല ആളുകളും മോശം ആളുകളുമുണ്ട്. ചില സാഹചര്യങ്ങളിൽ നിങ്ങളറിയാതെ തന്നെ കെണിയിൽ അകപ്പെട്ടു പോകും. സമ്പന്നനാകാൻ വളരെയധികം പരിശ്രമവും അർപ്പണബോധവും ആവശ്യമാണ്. ഒറ്റ ദിവസം കൊണ്ട് ആർക്കും സമ്പന്നനാകാൻ കഴിയുകയില്ല. അതിന് നിങ്ങൾക്ക് ക്ഷമയും അച്ചടക്കവും ആവശ്യമാണ്. നിങ്ങൾ എന്താണ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് നേടിയെടുക്കാനുള്ള പരിശ്രമം നേരത്തെ തന്നെ തുടങ്ങുക. പണം സമ്പാദിച്ചു തുടങ്ങുന്നതിന് മുൻപ് എങ്ങനെ അത് സമ്പാദിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏറെ പ്രാധാന്യമേറിയ ഒന്നാണ്. അതിന് ലക്ഷ്യബോധമുള്ള ഒരു മാനസികാവസ്ഥ കെട്ടിപ്പടുക്കുക. നിങ്ങൾ ബിസിനസ്സിൽ തുടക്കക്കാരനാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ മാനസികാവസ്ഥ രൂപപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് കഴിയും. നിങ്ങളുടെ മാനസികാവസ്ഥ രൂപപ്പെടുത്തുന്നതിനുള്ള 6 കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ശ്രദ്ധയോടെ കാണുക. നമ്മുടെ രാജ്യം വളരെ സമ്പന്നമായ ആളുകളാൽ നിറഞ്ഞതാണ്. അതുപോലെ തന്നെ ദരിദ്രരായ ആളുകളും ഇവിടെയുണ്ട്. ഈ 2 തരത്തിലുള്ള ആളുകളുടെ ശീലങ്ങളിലും ചിന്തകളിലും വളരെയധികം വ്യത്യാസങ്ങളുമുണ്ട്. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ എങ്ങനെയാണ് മാറ്റങ്ങളുണ്ടാവുക? നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതത്തെയും വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ കഴിയുന്ന 6 കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഒരു പുതിയ ചിന്താഗതി സൃഷ്ടിക്കുക. പണത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൽ നിന്നാണ് സംബോധനം ആരംഭിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഓൺലൈൻ വഴി എത്രയോ ആളുകൾ പണം സമ്പാദിക്കുന്നു. യൂട്യൂബ് ചാനലുകൾ ആരംഭിച്ച് നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ നൽകുന്നത് വഴി എത്രയോ ആളുകൾ ഇന്ന് ജീവിതം നയിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ജീവിതം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങൾക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകരിക്കാനാകും. ചിലപ്പോൾ നിങ്ങളുടെ തുടക്കത്തിൽ വലിയ പ്രോത്സാഹനമൊന്നും നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. പക്ഷേ ഒരിക്കൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയാൽ വീണ്ടും നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ കഴിവിനുമപ്പുറം ഓരോ ചുവടും മുന്നോട്ടു വയ്ക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക വിജയം നേടുന്നതിന് നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. സമ്പന്നമായ ഒരു മാനസികാവസ്ഥ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. നിങ്ങൾ ചിന്തിക്കുന്ന രീതി നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിങ്ങൾക്കുണ്ടാകുന്ന ഭാവി ഫലങ്ങളെയും സ്വാധീനിക്കുന്നു. എല്ലാവരും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും പുതുമയാണ് ആഗ്രഹിക്കുന്നത്. യൂട്യൂബ് ചാനലുകളിൽ നാം ഇടുന്ന കണ്ടന്റുകൾക്ക് എപ്പോഴും ഒരു പുതുമയുണ്ടാകണം. നിങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ കാണുന്ന ആളുകൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ആഴമായി ചിന്തയിൽ നിന്ന് രൂപപ്പെടുന്നു. സമ്പാദിക്കണമെന്ന ഉറച്ച തീരുമാനവും അതിയായ ആഗ്രഹങ്ങളും തീർച്ചയായും നിങ്ങളെ ഉന്നതിയിലെത്തിക്കും. അതിനാൽ സമ്പന്നരുടെ മാനസികാവസ്ഥ സ്വീകരിക്കാൻ തയ്യാറാവുക. തുടർന്ന് നിങ്ങളുടെ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അത് നേടിയെടുക്കുന്നതിനു വേണ്ടിയുള്ള ആസൂത്രണം നടത്തുക.
അപ്പോൾ പണത്തെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടും. നമ്മുടെ ചിന്തകളിൽ നാം ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾക്ക് കാരണമാകും. വ്യത്യസ്തങ്ങളായ ചിന്താഗതികൾ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും തന്നെ രൂപപ്പെടും. എന്നാൽ ചിലർക്ക് അത് മറ്റുള്ളവരിൽ നിന്നും നേടുന്ന അറിവിൽ നിന്ന് ലഭിക്കുന്നു. അതിനാൽ നല്ല രീതിയിൽ ചിന്തിക്കുക. നിങ്ങളുടെ ചിന്തകൾ വളരുന്നതിനോടൊപ്പം താഴേക്കിടയിലെ ആളുകൾക്ക് കൂടി ആശയങ്ങൾ പകർന്നു നൽകാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷിക്കാനുള്ള വകയുണ്ടാകും. അതിനാൽ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ നല്ല ചിന്തകൾ ആവശ്യമാണ്. അടുത്തത് പണം എങ്ങനെ ചെലവഴിക്കാം എന്ന് മനസ്സിലാക്കുകയാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ സമ്പാദിക്കുന്ന പണം നിങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഉന്നതങ്ങളിലേക്കെത്തിക്കും. സമ്പാദനത്തിൽ കൃത്യമായും വ്യക്തമായും ആസൂത്രണമുണ്ടാകണം. നിങ്ങൾ സമ്പാദിച്ച പണത്തെ നിങ്ങൾക്ക് വിശ്വസനീയമായ ഇടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ബിസിനസ്സുകളിലോ ഷെയർ മാർക്കറ്റുകളിലോ നിങ്ങളുടെ പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് തക്കതായ പ്രതിഫലം നിങ്ങൾക്കുണ്ടാകും. എന്നാൽ വളരെ പെട്ടെന്ന്, അതായത് വളരെ കുറച്ചു സമയം കൊണ്ട് ധാരാളം പണം നേടുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകും. എന്നാൽ തങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് വന്നു ചേർന്ന പണത്തെ എങ്ങനെ ചെലവഴിക്കണമെന്ന് അവർക്കറിയില്ലായിരിക്കാം. ലോട്ടറി അടിച്ചവരെ നമുക്ക് ഇവിടെ ഉദാഹരണമായി എടുക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാനിംഗ് ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ പറ്റിക്കാൻ തയ്യാറാകും. നിങ്ങളുടെ കയ്യിലെ പണത്തെ കണ്ടുകൊണ്ട് പലരും നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. അത്തരം കെണികളിൽ ചിലർ അകപ്പെട്ടു പോകാറുണ്ട്. അതാണ് ചിലർ സമ്പന്നരാകാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം. പിശുക്കി ജീവിക്കുക എന്നതല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആവശ്യങ്ങൾക്ക് പണം ഉപയോഗിക്കുക തന്നെ വേണം, പക്ഷേ അനാവശ്യമായി ചെലവാക്കുകയും അരുത്. പണം സമ്പാദിക്കുമ്പോൾ നാം നേരിട്ട ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അത് ചെലവഴിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഏതൊരു കാര്യവും ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. നിങ്ങൾ ഒരു സമ്പന്നനാണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളെ കബളിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കും. നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആളുകളെയും കണ്ണടച്ച് വിശ്വസിക്കാനാവില്ല. എല്ലാവരും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കണം എന്നില്ല നമ്മളെ സമീപിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റിലുമുള്ള മറ്റു മനുഷ്യരുടെ മനസ്സുകൾ എങ്ങനെയാണെന്ന് ഒരിക്കലും ഊഹിക്കാനാവില്ല. അതിനാൽ നിങ്ങൾ ചുറ്റുമുള്ളവരിലും ശ്രദ്ധയുള്ളവരായിരിക്കുക. സമൃദ്ധിയുടെ മാനസികാവസ്ഥ കെട്ടിപ്പടുക്കുക എന്നതാണ് അടുത്തത്. പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ലേ, ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ എന്ന്. അത് ശരിയാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം കൊണ്ട് നിങ്ങൾ ആദ്യം അടിസ്ഥാനപരമായ കാര്യങ്ങൾ നേടിയെടുക്കുക. നിങ്ങൾ നിലയുറച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മുകളിലുള്ളവ നേടിയെടുക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്കൊരു അടിസ്ഥാനമുണ്ടാകുമ്പോൾ നിങ്ങളെല്ലാം നേടി എന്ന് അഹങ്കരിക്കരുത്. നിങ്ങളുടെ ഉയർച്ചയുടെ കാരണം ഒരിക്കലും നിങ്ങൾ മാത്രമാകില്ല. നിങ്ങളെ അതിനുവേണ്ടി സഹായിച്ച ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നിലുണ്ടാകും. അവരെ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ വിജയപരാജയങ്ങളെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ ബോധവാനായിരിക്കും. ബിസിനസ്സിൽ വിജയിക്കാൻ നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക. അതോടൊപ്പം വ്യക്തിഗത വളർച്ചയും മാനസിക വളർച്ചയും നിങ്ങളിൽ കൈവരും. നിങ്ങളുടെ മുന്നിലേക്ക് കടന്നുവരുന്ന ഓരോ അവസരങ്ങളെയും നിങ്ങളുടെ ബിസിനസ്സിലെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ബിസിനസ്സിലൊരു തുടക്കക്കാരനാണെങ്കിൽ മറ്റുള്ളവരോട് അവരുടെ അഭിപ്രായങ്ങളും അനുഭവജ്ഞാനവും ചോദിച്ചറിയാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തെരഞ്ഞെടുത്ത മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണ രൂപപ്പെടും. നിങ്ങളുടെ ഓരോ ചിന്തയും നിർണായകമാണ്. അതിനാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ കാര്യങ്ങളിലും ഒരു പോസിറ്റീവായ മാനസികാവസ്ഥ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. സമ്പാദ്യത്തെ നഷ്ടപ്പെടുത്താൻ തയ്യാറാവരുത് എന്നതാണ് അടുത്ത കാര്യം. നിങ്ങളുടെ സമ്പാദ്യം പോസിറ്റീവായാലും നെഗറ്റീവായാലും നേടിയെടുത്തതിനെ നിലനിർത്താൻ നിങ്ങൾ പരിശ്രമിക്കണം. ഒരു വ്യക്തിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടാൻ നല്ല രീതിയിലുള്ള സമ്പാദനം ആവശ്യമാണ്. അതിനാൽ നമുക്ക് ലഭ്യമായ സ്രോതസ്സുകളെ നന്നായി മനസ്സിലാക്കുകയും ആ സ്രോതസ്സിൽ നിന്നുകൊണ്ട് ബോധപൂർവം സമ്പാദിക്കാനായി പരിശ്രമിക്കുകയും ചെയ്യുക. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകണം. കിട്ടുന്ന ലാഭത്തെ മുഴുവൻ നിങ്ങൾ ചെലവഴിച്ചു തീർക്കരുത്. ഒരു മനുഷ്യന് നിരവധിയായ ആവശ്യങ്ങളുണ്ടാകാം. എന്നാൽ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് കുറച്ചു തുക നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാകണം. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആ തുക ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വർണം വാങ്ങിവെക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് വന്നുപോകുന്ന ദുർബലമായ നമ്മുടെ സാഹചര്യങ്ങളെ മറികടക്കാൻ ഈ മാറ്റിവെക്കൽ കൊണ്ട് നമുക്ക് കഴിയും. എല്ലാറ്റിനും ഒരു അടിസ്ഥാനമുണ്ടാവുക എന്നതാണ് പ്രധാനം. സമ്പാദിച്ചു തുടങ്ങുന്ന എല്ലാവരും പണത്തെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിവുള്ളവരായിരിക്കണമെന്നില്ല. അത് സാമ്പത്തികമായ നിരവധി ഇടപെടലുകളിലൂടെയും മറ്റുള്ളവരുടെ അനുഭവങ്ങളിലൂടെയും പഠിക്കാൻ കഴിയും.
നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തെ എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. കൃത്യമായ പ്ലാനിംഗ് ഉള്ള ഒരു വ്യക്തിക്ക് അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കാനാകും. നമ്മൾ സമ്പാദിച്ച പണം നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. എന്നാൽ പണം നേടിയെടുക്കാൻ നിങ്ങൾ സ്വീകരിച്ച മാർഗങ്ങളും കഷ്ടപ്പാടുകളും നിങ്ങൾ ഓർക്കുക. അപ്പോൾ നഷ്ടപ്പെടലിന്റെ വിലയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകും. നേടിയെടുത്ത കാര്യങ്ങൾ നഷ്ടപ്പെടാൻ വളരെ എളുപ്പമാണ്. എന്നാൽ നേടിയെടുക്കുക എന്നതാണ് പ്രധാനം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ മുൻകൂട്ടി ആലോചിച്ച ശേഷമേ ചെയ്യാവൂ. അതിൽ മുതിർന്നവരുടെ അല്ലെങ്കിൽ ബിസിനസ്സിൽ പഴക്കം ചെന്നവരുടെ ഉപദേശങ്ങൾ തേടുന്നതിൽ തെറ്റില്ല. നേടിയെടുത്ത കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്ത് വിലപിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനാൽ അത് നഷ്ടപ്പെടാതെ എങ്ങനെ നമ്മുടെ കൈകളിൽ നിലനിർത്താമെന്ന് ആലോചിക്കുക. തുടർന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ തയ്യാറാവുക എന്നതാണ് അടുത്ത പോയിന്റ്. പ്രശ്നങ്ങളില്ലാത്ത ഒരു മേഖലയും ഉണ്ടാകില്ല. എന്നാൽ അത് നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് കാര്യം. ഒരുപക്ഷേ നിങ്ങളുടെ ബിസിനസ്സിൽ തടസ്സങ്ങളായി ചില ആളുകളുടെ ഇടപെടലുകളും സാമ്പത്തിക തകർച്ചകളും മാർക്കറ്റിംഗിലെ പിഴവുകളും ഉണ്ടാകാം. അത്തരം സാഹചര്യങ്ങളിൽ ആളുകളാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളായി നിൽക്കുന്നത് എങ്കിൽ മുഖം നോക്കാതെ തന്നെ അയാളുടെ സേവനം വേണ്ടെന്ന് വയ്ക്കുക. എന്നാൽ സാമ്പത്തികമായ പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ ഇതുവരെ സമ്പാദിച്ച ലാഭത്തിൽ നിന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പണത്തെ ഇതിനായി ഉപയോഗപ്പെടുത്താം. മാർക്കറ്റിംഗിലെ പിഴവുകളാണെങ്കിൽ ഒന്നുകിൽ മറ്റുള്ളവരുടെ സഹായം തേടുക. ഇല്ലെങ്കിൽ എങ്ങനെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട മാർക്കറ്റിംഗ് നടത്താമെന്ന് പഠിച്ച് അത് ചെയ്യാൻ ശ്രമിക്കുക. നിലവിലുള്ള ടെക്നോളജികൾ വഴി നിങ്ങൾക്ക് ഇന്ന് മൊബൈൽ വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഇമെയിൽ വഴിയും അഡ്വർടൈസ്മെന്റ് വഴിയും നിങ്ങൾക്ക് പുതിയ രീതിയിൽ മാർക്കറ്റിംഗ് നടത്താൻ കഴിയും. ഓരോ പ്രശ്നങ്ങളിലും നാം പേടിച്ചു പിന്മാറാൻ തുടങ്ങിയാൽ നമ്മൾ ജീവിതത്തിൽ തന്നെ തോറ്റുപോകും. എന്നാൽ ചെറിയ രീതിയിലെങ്കിലും ഓരോ പ്രശ്നങ്ങളെ നേരിട്ട് തുടങ്ങുമ്പോൾ അതിന്റെ അവസാനം നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല. പ്രശ്നങ്ങൾ പലവിധത്തിലുണ്ട്. അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്യേണ്ട രീതികളും വ്യത്യസ്തമാണ്. എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഒരുപോലെ നേരിടാനാവില്ല. ചില പ്രശ്നങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് നേരിടാനാകും. ചിലപ്പോൾ ഒരു കൂട്ടം ആളുകളുടെ ആവശ്യം സഹായമായി വേണ്ടിവരും. അതിനാൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ബോധപൂർവമായി പ്രവർത്തിക്കുക എന്നത് ഉത്തമമായ ഒരു കാര്യമാണ്. ബിസിനസ്സിൽ നിങ്ങൾ ഒരു തുടക്കക്കാരനാണെങ്കിലും മികച്ച പ്രവൃത്തി പരിചയമുള്ളവൻ ആണെങ്കിലും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം നിരവധി പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. ഓരോ പ്രശ്നങ്ങളുടെയും മുന്നിൽ തലതാഴ്ത്തി വയ്ക്കാതെ അവയെ നേരിടുവാൻ നിങ്ങൾ മാനസികമായും ശാരീരികമായും തയ്യാറാവുക. ഓർക്കുക, ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം അത് ഒറ്റ ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ നേടിയെടുത്തതല്ല. ഒരുപാട് നാളത്തെ കഠിനാധ്വാനം അതിന്റെ പിന്നിലുണ്ട്. ഓരോ പ്രശ്നങ്ങളും നമ്മുടെ മുന്നിലേക്ക് കടന്നുവരുമ്പോൾ അവയെ നേരിടാൻ നമ്മൾ പരിശ്രമിക്കണം. ഓരോ ചെറിയ പ്രശ്നങ്ങളും നാം നേരിട്ട് തുടങ്ങുമ്പോൾ വലിയ പ്രശ്നങ്ങളെ നമുക്ക് നല്ല രീതിയിൽ അതിജീവിക്കാനാകും. സമൃദ്ധമായി ജീവിതം വികസിപ്പിക്കുന്നതിനും സമൃദ്ധമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനും അപ്പോൾ നിങ്ങൾക്ക് കഴിയും. ആത്മവിശ്വാസം നേടിയെടുക്കുക എന്നതാണ് അവസാന പോയിന്റ്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള വിശ്വാസം. നിങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളെ സ്വയം മോട്ടിവേറ്റഡ് ആക്കാൻ നിങ്ങൾക്ക് പല വഴികളും സ്വീകരിക്കാം. ഉദാഹരണത്തിന്, ഓരോ ദിവസവും രാവിലെ നിങ്ങൾ ഉറക്കമുണരുമ്പോൾ നിങ്ങളുടെ മുറിയിലെ കണ്ണാടിയിൽ നോക്കി ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും, ഇന്നെനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനാകും എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാനാകും. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ സ്വയം മോട്ടിവേറ്റഡ് ആകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്നാൽ എല്ലാവരും അവരവരുടെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അതിനാൽ നിങ്ങളെ തളർത്താൻ നിരവധി ആളുകൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ടാകും. ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ ഏറ്റവും അത്യാവശ്യമായ ഘടകം പോസിറ്റീവ് ചിന്താഗതിയുള്ള ആളുകളാണ്. ഓരോ പ്രവൃത്തി മേഖലകളിലും ചെയ്യുന്ന ജോലി എങ്ങനെ മികച്ചതാക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നിങ്ങളോടൊപ്പമുള്ളതെങ്കിൽ തീർച്ചയായും വിജയം ഉറപ്പാണ്. അതിനാൽ സ്വയം ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ചുറ്റിലുമുള്ള ശാശ്വതമായ വിജയത്തിന് അടിസ്ഥാനവും വിശ്വാസം തന്നെ. എന്നാൽ പലപ്പോഴും ആളുകൾ തങ്ങളുടെ മോശം സാഹചര്യത്തിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താറുണ്ട്. അങ്ങനെ നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്താഗതികളാണ്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ബിസിനസ്സിൽ തന്നെയോ നിങ്ങൾ പരാതിപ്പെടരുത്. പരാതികളേക്കാൾ ഉപരി പരിഹാരമാണ് പ്രതിസന്ധികളിൽ ആവശ്യം. പോസിറ്റീവ് ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ ജീവിത വിജയത്തെ നിങ്ങൾ ലക്ഷ്യമാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കമുണ്ടാകുന്നു. അതിനാൽ എപ്പോഴും നിങ്ങൾ സ്വയം മോട്ടിവേറ്റഡ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങളെ തകർക്കാൻ 1000 പേർ ശ്രമിച്ചാലും
ലക്ഷ്യം നേടിയെടുക്കണമെന്ന വാശിയോടെ മുന്നോട്ടു പോകാൻ നിങ്ങൾ തയ്യാറായാൽ തീർച്ചയായും വിജയമുണ്ടാകും. പുതുമയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. പലപ്പോഴും വ്യത്യസ്തരായി ചിന്തിക്കുന്നവരാണ് ലോകത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിലും പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് പുതിയ മേഖലകളിലേക്ക് എത്താൻ കഴിയും. അതിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കടന്നുവരുന്ന മോശം സാഹചര്യങ്ങളും നെഗറ്റീവ് ചിന്താഗതികളും നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന മനുഷ്യരും ഓരോ ജീവിത പാഠങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇവയെല്ലാം അതിജീവിക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ തന്നെ കൂടുതൽ ശക്തരാകും. ഏതൊരു വ്യക്തിയുടെയും ജീവിത വിജയത്തിനു പിന്നിലും ഒരു മോട്ടിവേഷൻ ഉണ്ടാകും. ഒന്നുകിൽ ആ മോട്ടിവേഷൻ നിങ്ങൾ തന്നെയാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ ആ വ്യക്തിയുടെ തന്നെ ജീവിത പാഠങ്ങളോ ആകാം. നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയും വളരുന്നു. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഭാവി ജീവിതം സന്തോഷകരമാകണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള നിങ്ങളുടെ പ്രയത്നം വളരെ ആത്മാർത്ഥതയോടെ ഉള്ളതായിരിക്കണം. പോസിറ്റീവായ ചിന്താഗതി വളർത്തിയെടുക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ സമ്പാദനത്തിലും സമ്പാദ്യം ചെലവഴിക്കുന്നതിലും കൃത്യമായ ആസൂത്രണമുണ്ടായിരിക്കണം. അതിനാൽ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള കണക്കുകൂട്ടലുകൾ തെറ്റാതിരിക്കാൻ നിങ്ങൾ ഓരോ ചുവടും ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക.